അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാ മോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുതരം കഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിച തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ.
പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പനെ ഏകാദശ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഗുരുവായൂരപ്പനെ സ്മരിക്കുക. അതാണ് ഏകാദശിയിൽ ചെയ്യേണ്ടത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഈ ഇന്ദ്രിയങ്ങളൊക്കെ ആ ഈശ്വര സ്മരണയിൽ മുഴുകിയിരിക്കുക. വേറെ വിഷയങ്ങൾ ചിന്തിക്കാതിരിക്കുക, വേറെ വിഷയങ്ങളിലേക്ക് മുഴുകാതിരിക്കുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യവും അസുഖവുമാണ്, നശ്വരമാണ്. ഇതിൽ സുഖം തരാൻ കഴിവുള്ളതായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള ഈ ലോകത്തെ ഭജിക്കാതെ ഭഗവാനെ ഭജിക്കുക. ഇമം പ്രാപ്യ ഭജസ്വമാം. ആ ഭഗവാനെ ഭജിക്കേണ്ട വിശേഷ ദിവസം എന്നും വേണ്ടതാണ്, എപ്പോഴും വേണ്ടതാണ്. 24 hours 365 days ലൈഫ് ടൈം ഏകാദശി ആവണം. 24 hours 365 days ലൈഫ് ടൈം ഫുള്ളായിട്ട് ഏകാദശി ആവണം. എന്താ ഏകാദശി? ഏകാദശ ഇന്ദ്രിയങ്ങളും ഈശ്വര സ്മരണയിൽ, ഈശ്വര പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുക. അപ്പൊ ഏകാദശിയായി. അത് തന്നെയാണ് ഏകാദശി. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക തിഥിയോ നക്ഷത്രമോ ഗ്രഹനിലയോ മുഹൂർത്തമോ അതൊന്നുമല്ല. അതൊക്കെ സാധാരണക്കാർക്ക്, ഏറ്റവും ഈശ്വര ചിന്ത ഒരിക്കലും ഇല്ലാത്ത ആളുകളെ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഈശ്വര സ്മരണ ചെയ്യുവിൻ. എല്ലാ ഏകാദശിയും നോൽക്കാത്ത ആളുകളോട് ഈ ഏകാദശി വളരെ വിശേഷമാണ്, ഇത് നിങ്ങൾ സ്പെഷ്യലായിട്ട് എടുക്കണം, ഇതെടുത്താൽ ഇന്ന ഫലം എന്ന് പറഞ്ഞ് ഏറ്റവും പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ചില വിശേഷങ്ങൾ, ചില ദിവസങ്ങളെ അതിവിശിഷ്ടമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അതിവിശിഷ്ട ദിവസമാണ്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ഭക്തന്മാർ എല്ലാവരും ഗുരുവായൂരപ്പനെ സ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെയാണ്. ബാക്കി പല വ്യവഹാരങ്ങളിലൊക്കെ നമ്മൾ തലയിടുന്നുണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് സത്യത്വ ബുദ്ധിയൊന്നുമില്ല.
അതൊന്നും ശാശ്വതമാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അതിൻ്റെ പുറകെ നമ്മൾ പോകാറില്ല, അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഈ സത്സംഗങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ള പ്രാകൃത ജനങ്ങൾ ഏതൊന്നിനെ വളരെ കാര്യമായിട്ട് ഗൗരവത്തോടുകൂടി കൊണ്ടു നടക്കുന്നുവോ ആ കാര്യങ്ങളിലൊന്നും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സെപ്പോഴും ഭഗവാനിലേക്ക് ബന്ധിച്ചു തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ എല്ലാവരും. അങ്ങനെ ആയാൽ എന്നും ഏകാദശിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ എന്നും ഭഗവാനെ സ്മരിക്കാത്ത ആളുകളെ ഭഗവാനെ സ്മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസം കൂടെ. മറ്റു പല വിശേഷണങ്ങളുണ്ട് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം ഗുരുവും വായുവും കൂടി ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ദിനമാണെന്ന് പറയുന്നു. ആദിശങ്കര ഭഗവത്പാദർ ഭഗവാന്റെ പൂജാവിധികൾ നിശ്ചയിച്ച് ഭഗവാനെ ദർശിച്ച ദിവസം, മേൽപ്പത്തൂർ ഭഗവാനെ ദർശിച്ച ദിവസം, വില്ലുമംഗലം ഭഗവാനെ ദർശിച്ച ദിവസം, കുറൂരമ്മ ഭഗവാനെ ദർശിച്ച ദിവസം, പൂന്താനം ദർശിച്ചു. ഇങ്ങനെ എത്രയോ മഹാത്മാക്കൾക്ക് ഭഗവാൻ ദർശനം കൊടുത്ത പുണ്യദിനം, ചെമ്പൈക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ ദിവസം, ഗുരുവായൂർ കേശവന് മുക്തി കൊടുത്ത ദിവസം, അങ്ങനെ ഏതൊക്കെ തരത്തിലെ ഗുരുവായൂരപ്പന് വിശേഷ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത ആ ഭക്തി വളരുന്ന ദിവസമാണ്. ഭഗവാനെ കൂടുതലായിട്ട് സ്മരിക്കുന്ന ദിവസമാണ്. നമ്മൾ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാരായണീയം നിത്യവും ചൊല്ലുന്നുണ്ട്, നിത്യവും പഠിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് സവിശേഷമായി മനസ്സിരുത്തി നമുക്ക് പഠിക്കാം. ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കഥകളാണ് ദശകം 23 ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവും. അതിലേക്ക് വരാൻ നമുക്ക് മനസ്സിൽ പരിപൂർണമായിട്ട് ഗുരുവായൂരപ്പൻ്റെ സ്മരണയോടെ. 23 ദശകം വായിക്കാമെന്ന്. ഓം പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷഃ ത്വൽസേവനം വ്യതിത സർഗവിവൃദ്ധി കാമഃ ആവിർബഭൂവിത തദാലസദഷ്ടബാഹുഃ തസ്മൈ വരം ദദിത ത്വാം ച വധൂം അസിഗ്നീം തസ്യാത്മജാസ്ത്വയുതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈകത്രവാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹമേവ മേനേ ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരതസ്യ സ വിശ്വരൂപാൻ ത്വൽ സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതുഃ പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാദ് ലബ്ധ്വൈകപുത്രമത തത്ര ഹതേ സപത്നീ സംഗൈർ അമുഹ്യദവശസ്തവ മായയാസൗ തം നാരദസ്തു സമമംഗിരസാ ദയാലുഃ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിദൗ നൃപതിം ന്യയുങ്ക്താം സ്തോത്രം ച മന്ത്രമപി നാരദതോതി ലബ്ധ്വാ സ്തോത്രം ച മന്ത്രമപി നാരദതോദലബ്ധ്വാ തോഷായത് ശേഷവഭുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ
ലബ്ധ്വാപ്യകുണ്ടമതിരന്വഭജദ്ഭവന്തം തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോനുതിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത ത്വൽഭക്തമൗലിരദസോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര അത്യന്ത സംഗവിലയായ ഭവൽ പ്രണുന്നോ നൂനം സരൂപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗതഃ പദം തേ ത്വൽസേവനേന ദിദിരിന്ദ്രവദോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃതോ മരുതോ ബിലേബേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവൻ നിഷേവാ തത്താദൃശത്വമവമാം പവനാലയേശ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. ഇന്നലെ നമ്മള് പ്രാചേതസ ദക്ഷൻ, പ്രചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള അപരനായൊരു ദക്ഷന്റെ കഥ. സർഗവിവൃദ്ധികാമനായി അങ്ങയെ തപസ്സനുഷ്ഠിച്ചു. ഹംസഗുഹ്യം എന്നു പേരുള്ള അതിമനോഹരമായ ഒരു സ്തുതി കൊണ്ട്, ഉപനിഷത് സാരമായ ഒരു സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ഭജിച്ച് തപസ്സനുഷ്ഠിച്ചു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പ അങ്ങ് അഷ്ടബാഹുവായി പ്രത്യക്ഷനായി. ആവിർബഭൂവിത തഥാ ലസദഷ്ടബാഹു തസ്മൈ വരം ദദിത. അതിനുശേഷം അവന് വരം കൊടുത്തു. അവന് അവനിലൂടെ ലോകത്തിൽ സന്തതികൾ വർദ്ധിക്കും എന്നുള്ള വരം കൊടുത്തു. താം ച വധൂം അസിക്നിയും, പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ അസിക്നിയെ ഭാര്യയായി ലഭിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് തസ്യ ആത്മജാഹാതു അയുതം, അദ്ദേഹത്തിന് 10,000 ആൺമക്കൾ ആദ്യമുണ്ടായി. ഹര്യശ്വന്മാരെന്ന് പേരോടുകൂടി അറിയപ്പെട്ടിരുന്ന അവര് ശ്രീനാരദസ്യ വചസ തവ മാർഗം ആപുഹു. ഗുരുവായൂരപ്പ, നാരദൻ അവരെ ചിന്തിപ്പിച്ച് അങ്ങയുടെ മാർഗത്തെ ഉപദേശിച്ചു കൊടുത്ത് അവർ നിവൃത്തി നിരതന്മാരായി സന്യാസികളായി തീർന്നു. അതിനുശേഷം പുനഃ സഹസ്രം, 10,000 മക്കൾക്ക് ശേഷം പിന്നൊരു 1000 മക്കള് ശബളാശ്വന്മാരെന്ന പേർ 1000 പേരുണ്ടായി. അവരും തദൈവ, അതേ മാർഗത്തിലൂടെ ജ്യേഷ്ഠന്മാരെ പിന്തുടർന്ന് ഭഗവത് പദത്തെ പ്രാപിച്ചു. ഇത് കണ്ട് കോപിച്ചതായിട്ടുള്ള ദക്ഷൻ നാരദ മഹർഷിയെ ശപിച്ചു. നൈകത്രവാസം, ഋഷി ഒരിടത്തും നിൽക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. ഭക്തോത്തമനായ ഋഷിയാകട്ടെ തത് അനുഗ്രഹമേവ മേനെ,
അത് മഹത്തായ ഒരു അനുഗ്രഹമായി കരുതി. അദ്ദേഹം അതിനെ എന്താ പറയുക, പ്രതിശാപമൊന്നും കൊടുത്തില്ല, സന്തോഷപൂർവം സ്വീകരിച്ചു. ഈശ്വര അനുഗ്രഹമായിട്ട് അതിനെ കരുതി. അങ്ങനെ നാരദ മഹർഷി യഥേഷ്ടം എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ഈ ദക്ഷൻ ഭഗവത് ഭജനം ചെയ്ത് അദ്ദേഹത്തിന് 60 പെൺകുട്ടികളാണ് ഉണ്ടായത്. ആ 60 പെൺകുട്ടികളുടെ വംശപരമ്പരയിലൂടെയാണ് ലോകം മുഴുവനുള്ള സകല ജീവജാലങ്ങളും വർദ്ധിച്ചു വന്നത് എന്ന് പറഞ്ഞ് ആ ദക്ഷന്റെ ഒരു പുത്രിയുടെ പുത്രനായ ത്വഷ്ടാവിന്റെ പുത്രനായ വിശ്വരൂപന്റെ കഥയിലേക്ക് വരികയാണ്. അത് ഭാഗവതത്തിൽ സന്ദർഭം ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു. ബൃഹസ്പതി ദേവന്മാരെ ഉപേക്ഷിച്ചു പോയപ്പോൾ ദേവന്മാർക്ക് ഒരു ഗുരുവിന്റെ അത്യാവശ്യം ഉണ്ടായി. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ത്വഷ്ടാവ് എന്ന ദേവനും അവളുടെ പത്നിയായി ഒരു ധനു പുത്രി, ഒരു അസുര സ്ത്രീയായിരുന്നു ഭാര്യ. അവളിലുണ്ടായതായിട്ടുള്ള വിശ്വരൂപൻ എന്ന പുത്രനെ ഗുരുവായി ചെന്ന് വരിച്ചു എന്ന് പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ, അത് മാത്രമല്ല ആ ഗുരു ഇന്ദ്രന്റെ കയ്യാൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപമുണ്ടായി എന്നൊക്കെ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് ചുരുക്കി പറഞ്ഞപ്പോഴാണ്, ആ കഥ മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ വിശ്വരൂപന്റെ കഥ ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തില് കൂടുതൽ വിസ്തരിക്കുന്നത്. അതിനുശേഷം വൃത്രാസുരന്റെ കഥയിലേക്കും ചിത്രകേതുവിന്റെ കഥയിലേക്കും പോകാനുള്ള കാരണം ആ പരീക്ഷത്തിന്റെ ചോദ്യം ആയിരുന്നു. ഈ കഥകളൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പൊ അങ്ങനെ ദക്ഷപുത്രിമാരെ 60 പുത്രിമാരെ പറഞ്ഞപ്പോൾ അതിൽ ധനു എന്ന് പറഞ്ഞ പുത്രിക്ക് ഉണ്ടായ മകൾ ഒരു മഹാത്മാവായിരുന്നു വിശ്വരൂപൻ. ആ വിശ്വരൂപന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. 3-ാമത്തെ ശ്ലോകം. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുരദതസ്യ സ വിശ്വരൂപഃ ത്വൽസ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുരദതസ്യ സ വിശ്വരൂപഃ ത്വൽസ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ഇപ്പൊ ദക്ഷന്റെ കഥ തുടരുകയാണ്. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുഹു അത തസ്യ സഹ വിശ്വരൂപഃ. അപ്പൊ അവിടെ തസ്യ എന്ന് പറയുന്നുണ്ട്. തസ്യ എന്ന് പറയുന്നത് ആരുടെ? ദക്ഷന്റെ എന്ന് പറയാനാണ്. കാരണം ദക്ഷന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ തസ്യ ദക്ഷസ്യ ദൗഹിത്രസൂനുഹു. ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ. അദ്ദേഹത്തിന്റെ മകൻ ആണ് സൂനു. ദൗഹിത്രസൂനു, മകളുടെ മകന്റെ മകൻ വിശ്വരൂപൻ. ആ വിശ്വരൂപന്റെ കഥയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ആ ദക്ഷനെ കുറിച്ച് പറയാണ്. തതഃ അനന്തരം ഷഷ്ട്യാ ദുഹിതൃഭിഃ കുലൗഘാൻ സൃജതഃ തസ്യ. അവിടെ തസ്യ എന്നുള്ളതിന് വിശേഷണം സൃജതഃ. സൃജതഃ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവനായവന്റെ. എന്തിനെ സൃഷ്ടിക്കുന്നവൻ? കുലൗഘാൻ. കുലൗഘാൻ കുലസമൂഹങ്ങളെ, തന്റെ വംശത്തെ വർദ്ധിപ്പിക്കുന്നവൻ. ദക്ഷന്റെ 60 പുത്രിമാരിലൂടെ ലോകം മുഴുവൻ സൃഷ്ടികളെ കൊണ്ട് നിറയ്ക്കുന്നവന്റെ എന്നർത്ഥം. അപ്പൊ കുലൗഘാൻ
സൃജതഃ. എങ്ങനെ? ഷഷ്ട്യാ ദുഹിതൃഭിഹി. ദുഹിതാവ് എന്ന് പറഞ്ഞാൽ മകൾ എന്നർത്ഥമാണ്. ദുഹിതൃഭിഹി പെൺമക്കളാൽ. ഷഷ്ട്യ 60 പെൺമക്കളാൽ എന്ന് പറയുമ്പോൾ 60 പെൺമക്കളെ കൊണ്ട് കുലസമൂഹങ്ങളെ സൃജതഃ തസ്യ തന്റെ വംശവൃദ്ധിയെ ചെയ്യിപ്പിക്കുന്നവനായ ആ ദക്ഷന് ദൗഹിത്രസൂനുഹു മകളുടെ മകനായ ത്വഷ്ടാവിന്റെ സൂനുവായി വിശ്വരൂപ, ആ വിശ്വരൂപൻ എന്ന ബ്രാഹ്മണനുണ്ടായി. അവനോ ത്വൽ സ്തോത്രവർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ. അപ്പൊ ഇന്ദ്രനെ ഇദ്ദേഹം സഹായം ചെയ്തു. ആജൗ എന്ന് പറഞ്ഞാൽ ആജി എന്നാൽ യുദ്ധമാണ്. ആജൗ ഇന്ദ്രം ത്വൽ സ്തോത്രവർമ്മിതം അജാപയത്. അജാപയത് എന്ന് പറഞ്ഞാൽ ജപിപ്പിച്ച് ജയിപ്പിച്ചു, ജപം ചെയ്ത് ജയിച്ചു. ആര്? ഇന്ദ്രൻ. എന്താ ജപിച്ചത്? ത്വൽ സ്തോത്രവർമ്മിതം, അങ്ങയുടെ സ്തോത്രം കൊണ്ട് വർമ്മിതമാക്കിയിട്ട്. വർമ്മിതം എന്നാല് കവചം. വർമ്മ എന്ന് പറഞ്ഞാൽ കവചം ആണ്. അപ്പൊ അങ്ങയുടെ സ്തോത്രം കൊണ്ട് കവചം നിർമ്മിച്ച് ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിപ്പിച്ചു എന്നാണ്. അപ്പൊ അസുരന്മാരുമായിട്ടുള്ള ദേവന്മാരുടെ യുദ്ധത്തിൽ ഇന്ദ്രൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ വിശ്വരൂപനെ സമീപിച്ച സമയത്ത് വിശ്വരൂപൻ ആദ്യം ഉപദേശിച്ചു കൊടുത്തത് ഇന്ദ്രന് ജയത്തിന് വേണ്ടിയിട്ട് നാരായണ കവചം എന്നതായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള സ്തോത്രം, കവച സ്തോത്രം, ഭഗവാന്റെ വിശേഷപ്പെട്ട കവചം. നമ്മൾ പല കവചങ്ങളും പഠിച്ചിട്ടുണ്ട്, ചൊല്ലാറുണ്ട് അല്ലേ? ദേവീ മാഹാത്മ്യം പഠിച്ചിട്ടുള്ള നമ്മളൊക്കെ ദേവീ കവചം പഠിച്ചു ചൊല്ലാറുണ്ട്. ഓരോ ദേവന്മാരുടെയും പേരിൽ കവചങ്ങളുണ്ട്. ശ്രീരാമ കവചം, ഹനുമൽ കവചം, സുബ്രഹ്മണ്യ കവചം, നരസിംഹ കവചം. ഓരോ ദേവീ ദേവന്മാരുടെ പേരിലും കവച സ്തോത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ തമിഴിലുള്ള കവചമാണ് സ്കന്ദഷഷ്ടി കവചം അല്ലെ? തമിഴന്മാർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് തമിഴിലുള്ളതായിട്ടുള്ള സ്കന്ദഷഷ്ടി കവചം. സുബ്രഹ്മണ്യസ്വാമിയെ സ്തുതിക്കുന്ന തമിഴിലുള്ളതായിട്ടുള്ള കവചം. അപ്പൊ ഇങ്ങനെ കവച സ്തോത്രങ്ങൾ മഹാദേവന്റെ പേരിലും വിഷ്ണുവിന്റെ പേരിലും ദേവിയുടെ പേരിലും ഗണേശ പേരിലും സുബ്രഹ്മണ്യ പേരിലും അനേകമുണ്ട്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അതുപോലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വിഷ്ണു ഭക്തന്മാർക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു കവച സ്തോത്രമാണ് നാരായണ കവചം. നാരായണ വർമ്മ എന്നതിന് പറയും. നാരായണ വർമ്മ കഥനം നാമ അഷ്ടമോധ്യായ എന്നാണ് ഈ ഷഷ്ഠസ്കന്ധത്തിലെ 8ാം അധ്യായം. അത് നാരായണ കവചം തന്നെയാണ് പൂർണ്ണമായിട്ടും. നാരായണ കവചം എന്ന മഹത്തായ സ്തോത്രം അത് തന്നെയാണ് ഒരു അധ്യായം മുഴുവൻ. 8ാം അധ്യായം ഷഷ്ഠസ്കന്ധത്തിൽ 6ാമത്തെ സ്കന്ധത്തില് 8ാം അധ്യായം നാരായണ കവചമാണ്. അപ്പൊ എന്താ കവചം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചാല് ഭഗവാനെ നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ഭഗവാൻ തന്നെ സ്വയം കവചം തീർക്കുക. ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ, അവതാര രൂപങ്ങളെ, നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭഗവാൻ എന്നെ എൻ്റെ ചുറ്റും നിന്നുകൊണ്ട് എന്നെ ഏതേത് സന്ദർഭത്തിൽ ഞാൻ എന്തെന്ത് ചെയ്യുമ്പോഴും, ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴും ആകാശത്തിൽ സഞ്ചരിക്കുമ്പോഴും വനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ചുറ്റും നിന്നുകൊണ്ട് വിവിധ ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപങ്ങൾ രക്ഷിക്കട്ടെ. എൻ്റെ ശരീരത്തിലും ഇന്ന അവയവങ്ങളിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. എൻ്റെ ആന്തരിക അവയവങ്ങളെയും ഭഗവാൻ രക്ഷിക്കട്ടെ. ഇങ്ങനെ അകവും പുറവും മുഴുവൻ ഭഗവാനെ വിന്യസിച്ച് ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനെ ചുറ്റും നിന്ന് എന്നെ രക്ഷിക്കൂ, എൻ്റെ അകത്തും പുറത്തും നിന്ന് എന്നെ രക്ഷിക്കൂ,
ഒരു ബാധയും എന്നെ സ്പർശിക്കാതെ എപ്പോഴും എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ. രാത്രിയിലും പുലർകാലത്തിലും മധ്യാഹ്നത്തിലും സായം സന്ധ്യയിലും ഏതേത് വേളയിലും എന്നെ രക്ഷിച്ചാലും. അപ്പൊ കാലത്തിലും ദേശത്തിലും സർവദേശത്തും സർവകാലത്തും ഞാൻ സർവകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഏതവസ്ഥയിലും എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നുള്ള ഒരു മഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ വിവിധ നാമങ്ങൾ ചൊല്ലി വിവിധ രൂപങ്ങളെ സ്മരിച്ചുകൊണ്ട് വിവിധങ്ങളായ ആയുധങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനയാണ് നാരായണ കവചം. അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രമാണ്. വളരെ ശക്തിയുള്ളതായിട്ടുള്ള മന്ത്രമാണ്. നിത്യവും ചൊല്ലുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. കേരളത്തിലല്ല, ലോകം മുഴുവനുള്ള വിഷ്ണു ഭക്തന്മാര് നിത്യവും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ദിതി ദേവിയുടെ പുത്രനല്ല ത്വഷ്ടാവ്, അതിഥി ദേവിയുടെയാണ്. അതിഥി ദേവിയുടെ മക്കളല്ലേ ആദിത്യന്മാര്. ആദിത്യന്മാരിൽ ഒരാളാണ് ത്വഷ്ടാവ്. ശരി, എത്ര കേട്ടാലും മനസ്സിലാവില്ല. ഇന്നലെയൊക്കെ പറഞ്ഞതാ പല പ്രാവശ്യം. അപ്പൊ എന്തായാലും നാരായണ കവചം നല്ല ദിവസമായിട്ടുള്ള ഇന്ന് വായിക്കാൻ തീരുമാനിച്ചു. ഗുരുവായൂർ ഏകാദശി സ്പെഷ്യലായിട്ട് നാരായണ കവച പാരായണം. നിങ്ങളൊക്കെ കയ്യിൽ ഭാഗവതം ഉണ്ടെങ്കിൽ ഒപ്പം പാരായണം ചെയ്തോളൂ. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പുസ്തകമുള്ളവരൊപ്പം വേണമെങ്കിൽ വായിച്ചോളൂ, അല്ലെങ്കിൽ കേട്ടിരുന്നോളൂ പുസ്തകം നോക്കിയിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ അഷ്ടമോധ്യായഃ. രാജോവാച യയാ ഗുപ്തഃ സഹസ്രാക്ഷഃ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം. ഭഗവൻ തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ ദദായിനഃ ശത്രൂൻ യേന ഗുപ്തോ ജയൻ മൃധേ. ശ്രീശുക ഉവാച വൃതഃ പുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഃ തദിഹൈകമനാശൃണു. വിശ്വരൂപ ഉവാച ദൗദാംഗ്രിപാണിരാജമ്യ സ പവിത്ര ഉദങ്മുഖഃ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യതശുചിഃ. നാരായണമയം വർമ്മ സന്നഹ്യേദ്ഭയ ആഗതേ പാദയോർജാനുനോരൂർവോഃ ഉദരേ ഹൃദ്യതോരസി. മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓംകാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യയമദാഭിവ. കരന്യാസം തത കുര്യാത് ദ്വാദശാക്ഷര വിദ്യയാ പ്രണവാദി യകാരാന്തം അങ്കുല്യങ്കുഷ്ടപർവസു. ന്യസേത് ഹൃദയ ഓംകാരം വികാരമനുമൂർധനി. ഷകാരം തു ഭ്രുവോർമധ്യേ നകാരം ശിഖയാ ദിശേത്. വേകാരം നേത്രയോർയുഞ്ജ്യാത് നകാരം സർവസന്ധിഷു. മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധഃ. സവിസർഗം ഭടന്തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമ ഇതി. ആത്മാനം പരമം ധ്യായേത് ധ്യേയം ഷഡ്ശക്തിഭിർയുതം. വിദ്യാ തേജസ്തപോമൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ഓം ഹരിർവിദദ്യാത്മമ സർവരക്ഷാം ന്യസ്താംഗ്രിപദ്മഃ പദകേന്ദ്രപൃഷ്ഠേ. ദരാരി ചർമാസി ഗദേഷു ചാപപാശാന്തദാനോഷ്ടഗുണോ അഷ്ടബാഹുഃ. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിഃ
യാതോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവമനോവ്യാത് ത്രിവിക്രമഖ്യേവതു വിശ്വരൂപഃ ദുർഗേഷ്വടവ്യാജിമുഖാദിഷു പ്രഭുഃ പായാനൃസിംഹാസുരയൂഥപാരിഃ വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർന്യപദംശ്ച ഗർഭാഃ രക്ഷത്വസൗമാധ്വനിയജ്ഞകൽപഃ സ്വദംഷ്ടയോന്നീതധരോ വരാഹഃ രാമോദ്രിഗൂഢേഷ്വത വിപ്രവാസേ സ ലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ മാം ഉഗ്രധർമാദഖിലാത് പ്രമാദാത് നാരായണ പാതു നരശ്ച ഹാസാത് ദത്തസ്ത്വയോഗാദതയോഗനാദഃ പായാത് ഗുണേശക്തപിലകർമ്മബന്ധാത് സനൽകുമാരോ വധു കാമദേവാത് ഹയശീർഷാമാം പതിദേവഹേളനാത് ദേവർഷിവർയ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാദശേഷാത് ധന്വന്തരിർഭഗവാൻ പാത്വപഥ്യാത് ദ്വന്ദ്വാദ്ഭയാദൃഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാദവദാജ്ജനാന്താത് ബലോ ഗണാത് ക്രോധവശാദഹീന്ദ്രഃ ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കി കലേ കാലമലാത് പ്രപാതു ധർമാവനായോരുകൃതാവതാരഃ മാം കേശവോ ഗദയാ പാദരവ്യാത് ഗോവിന്ദ ആസംഗവമത്തവേണുഃ നാരായണ പ്രാഹ്ണ ഉദാത്തശക്തിഃ മദ്യന്തിനേ വിഷ്ണുരരീന്ദ്രപാണിഃ ദേവോപരാഹ്ണേ മധുഹോഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷികേശ ഉദാർദ്ധരാത്രേ നിശീദയേ ഗോവധു പത്മനാഭഃ ശ്രീവത്സദാമാപരരാത്രൈഷഃ പ്രത്യൂഷ ഈശോസിതരോ ജനാർദ്ദനഃ ദാമോദരോ വ്യാദനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തിഃ ചക്രം യുഗാന്താനലതിഗ്മനേമി ഭ്രമത്സമന്താത് ഭഗവൽ പ്രയുക്തം ദന്തഗ്ധി ദന്തഗ്ധ്യരിസൈന്യമാശു കക്ഷം യഥാ വാതസഗോ ഹുതാശഃ ഗദേശനിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി നിഷ്പിണ്ഡ്യജിത പ്രിയാസി കൂഷ്മാണ്ഡ വൈനായക യക്ഷ രക്ഷോ ഭൂതഗ്രഹാൻ ചൂർണയ ചൂർണയാരീൻ ത്വം യാതുദാന പ്രമദ പ്രേത മാതൃപിശാച വിപ്രഗ്രഹ ഘോരദൃഷ്ടീൻ നരേന്ദ്ര വിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർഹൃദയാനി കമ്പയൻ ത്വം തിഗ്മദാരാസി വരാരി സൈന്യം ഈശപ്രയുക്തോ മമ ഛിന്തി ഛിന്തി ചക്ഷൂംഷി ചർമ്മൻ ശതചന്ദ്രചാദയ ദിശാം അഘോനാം ഹര പാപചക്ഷുഷാം യന്നോ ഭയം ഗ്രഹേഭ്യോ ഭൂത കേതുഭ്യോ നൃഭ്യേവ ച സരീസൃപേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ മഹോഭ്യേവ വാ സർവാണ്യേതാനി ഭഗവന്നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംശയം സദ്യോ യേന ശ്രേയഃ പ്രദീപകാഃ ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭശ്ചന്ദോമയ പ്രഭുഃ രക്ഷത്വശേഷകൃത്ശ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭിഃ സർവാപദ്ഭ്യോ ഹരേർനാമരൂപയാനായുധാനിനഃ ബുദ്ധീന്ദ്രിയമനഃ പ്രാണാൻ പാന്തു പാർഷദഭൂഷണാഃ യദാ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയത് സത്യേനാനേന നഃ സർവേ യാന്തു നാശമുപദ്രവാഃ യദൈകാജ്ഞാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യാ ദത്തേ ശക്തി സ്വമായയാ തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഃ പാതു സർവൈ സ്വരൂപൈർനഃ സദാ സർവത്ര സർവഗഃ വിദിക്ഷു ദിക്ഷൂർധ്വമതഃ സമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹഃ പ്രഭാഭയൻ ലോകഭയം സ്വനേന സ്വതേജസാ ഗ്രസ്ത സമസ്ത തേജാഃ
മഗവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യസ്യഞ്ജസായേന ദംശിതോസുരയൂതപാൻ യേതദ്ധാരയമാണസ്തു യം യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേത് സദ്യഃ സാധ്വസാത് സ വിമുച്യത്തെ ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദിഭ്യശ്ച കർഹിചിത് ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികോ ധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗ സമരുധന്വനി തസ്യോപരി വിമാനേന ഗന്ധർവപതിരേകദ യയൗ ചിത്രരഥസ്ത്രീഭിർവൃതോ യത്ര ദ്വിജക്ഷയഃ ഗഗനാന്യപതത് സദ്യഃ സവിമാനോ ഹ്യവാക്ഷിരാഃ സ ബാലഖില്യവചനാത് അസ്തീന്യാദായ വിസ്മിതഃ പ്രാസ്യ പ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമ സ്വമന്വഗാത്. ശ്രീശുക ഉവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാധൃതഃ തം നമസ്യന്തി ഭൂതാനി മുച്യത്തെ സർവതോ ഭയാത്. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാത് ശതക്രതുഃ ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനിർജിത്യ മൃദേ അസുരാൻ. ഓം തത്സദിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ നാരായണവർമ്മകഥനം നാമ അഷ്ടമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വനമാലീ ഗദീശാർംഗീ ശംഖീ ചക്രീ ജനന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീശാർംഗീ ശംഖീ ചക്രീ ചനന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീശാർംഗീ ശംഖീ ചക്രീ ചനന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. നാരായണ. നാരായണ കവചത്തിന്റെ ഒരു ഏകശ്ലോകി നാരായണ കവചമാണ് വനമാലീ ഗദീശാർംഗീ ശംഖീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോ അഭിരക്ഷതു. ഈ ഒരു ശ്ലോകം നാരായണ കവചത്തിന്റെ സംഗ്രഹമായിട്ടുള്ള ഏകശ്ലോകി. അപ്പൊ നാരായണ കവചം മുഴുവൻ ചൊല്ലാൻ സമയമില്ലാത്തപ്പോ ഈ ഏകശ്ലോകി കവചം ചൊല്ലുക. അപ്പോ ഈ നാരായണ കവചമാണ് വിശ്വരൂപൻ എന്ന ഗുരു ഇന്ദ്രൻ ഉപദേശിച്ച് ഇന്ദ്രൻ അത് ജപിച്ച് സിദ്ധി വരുത്തി അസുരന്മാരെ യുദ്ധത്തിൽ ജയിച്ചു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്തോത്രവർമ്മിതമജാവയദിന്ദ്രമാജൗ ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. അപ്പൊ അങ്ങനെ ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിപ്പിച്ചു വിശ്വരൂപൻ. അല്ലയോ ഗുരുവായൂരപ്പ ദേവ ത്വദീയ മഹിമ, അങ്ങയുടെ മഹിമ സർവജൈത്രഃ, എല്ലാറ്റിനെയും ജയിക്കുന്നതാണ്. അങ്ങയുടെ മഹിമയേക്കാൾ വലുതായിട്ട് വേറെ ലോകത്തില് ഒന്നുമില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ നാരായണ കവചം കൊണ്ട് ഇന്ദ്രനെ രക്ഷിച്ചു, ഇന്ദ്രനെ ജയിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദേവന്മാര് അസുരന്മാരെ ജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെയും ഇത്തിരി അഹങ്കാരം കൂടി. ആ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഗുരുവായി തങ്ങൾക്ക് ഇതേ നാരായണ കവചം ഉപദേശിച്ച വിശ്വരൂപനെ തന്നെ ഇന്ദ്രൻ
കൊന്നുകളയുന്നത്. അസുരന്മാർക്കും കൂടി അദ്ദേഹം അഭിവൃദ്ധി ഉണ്ടാവാനായിക്കൊണ്ട് ഹവിസ് സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയുന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടി ഇന്ദ്ര സഹോദരനായ ത്വഷ്ടാവ് തന്നെ ഒരു ആഭിചാര ഹോമം ചെയ്തു. ആ ഹോമത്തിൽ നിന്നാണ് വൃത്രാസുരൻ ആവിർഭവിക്കുന്നത്. ആ വൃത്രാസുരൻ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തില് ദേവന്മാരെയൊക്കെ കൊന്നൊടുക്കും, കുറെ പേരെ ഭക്ഷിക്കും. അങ്ങനെ ദേവന്മാര് തോറ്റോടും, ഇന്ദ്രനും തോറ്റോടും വൃത്രാസുരനോട്. അങ്ങനെ തോറ്റോടിയ ഇന്ദ്രൻ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിക്കും. ബ്രഹ്മാവിനെയും കൂട്ടി വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിക്കും. ആ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ ഇന്ദ്രൻ ദദീജി മഹർഷിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ അസ്ഥി കൊണ്ട് വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം നിർമ്മിക്കുന്നത്. അപ്പൊ വജ്രായുധം ആവശ്യം വരുന്നത് ഈ വൃത്രാസുരനെ വധിക്കാനാണ്. അങ്ങനെ ദദീജി മഹർഷിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇന്ദ്രന് തൻ്റെ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ അസ്ഥികളെ കൊടുത്തു. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ഈ ദേഹം കൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, ഇതുകൊണ്ട് സാധിക്കേണ്ട കാര്യം ഞാൻ സാധിച്ചു കഴിഞ്ഞിരിക്കണു എന്ന് പറഞ്ഞ് ദദീജി മഹർഷി തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. ആ ദദീജിയുടെ അസ്ഥി കൊണ്ടാണ് വിശ്വകർമാവ് എന്ന ദേവശില്പി ഇന്ദ്രന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വജ്രായുധം നിർമ്മിച്ചു കൊടുത്തത്. ആ വജ്രായുധവുമായിട്ടാണ് ഇനി ഇന്ദ്രൻ വൃത്രാസുരനുമായിട്ടുള്ള യുദ്ധം, അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഭാഗവതം ഷഷ്ഠസ്കന്ധത്തില് വർണ്ണിക്കുന്നുണ്ട്. ആ യുദ്ധത്തില് വൃത്രാസുരൻ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്ത് ഇന്ദ്രനെയും ദേവസൈന്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തും. എന്നാൽ ഇന്ദ്രന്റെ കയ്യിൽ ഈ വജ്രായുധം വന്നപ്പോൾ ഇന്ദ്രന് ഈശ്വര അനുഗ്രഹം കൂടി, പവർ കൂടി. അങ്ങനെ ഇന്ദ്രൻ അസുര സൈന്യത്തേക്ക് കൊന്നൊടുക്കുകയാണ്. അപ്പൊ വൃത്രാസുരൻ ആ സൈന്യത്തോട് പറയുന്നുണ്ട്, ഹേയ്, നിങ്ങൾ എന്തിനാ പേടിച്ചോടണത്? എന്തിനാ പേടിച്ചോടുന്നത്? നിങ്ങളിവിടെ നിൽക്കൂ, യുദ്ധം ചെയ്യൂ. മുതുകത്ത് ആയുധം കൊണ്ടല്ല മരിക്കേണ്ടത്, മാറത്ത് ആയുധം കൊണ്ട് മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം, ഭയപ്പെടാതിരിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അസുര സൈന്യത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭീരുക്കളായ അസുര സൈന്യമൊക്കെ ഓടിപ്പോയി. അപ്പോഴാണ് വൃത്രാസുരൻ ഇന്ദ്രനോട് ആ പാവങ്ങളുടെ പുറകെ ഓടി അവരെ ഉപദ്രവിക്കാതിരിക്കൂ, എന്റെ നേർക്ക് വരൂ ധൈര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വൃത്രാസുരനും ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തില് ഗംഭീരമായി യുദ്ധം ചെയ്ത് വൃത്രാസുരൻ ഇന്ദ്രന്റെ കയ്യിലുള്ള വജ്രായുധത്തെ തട്ടി തെറിപ്പിക്കും. വജ്രായുധം ദൂരെ വീണ് കിടക്കുക, ഇന്ദ്രൻ പേടിച്ച് വിറച്ചു നിൽക്കുക. ഈ സന്ദർഭത്തില് വൃത്രാസുരൻ കുറെ ന്യായം, നല്ല ഉപദേശങ്ങൾ കൊടുക്കും ഇന്ദ്രന്. എന്നിട്ട് പറയും, അതേ ഇന്ദ്ര, ആ നല്ലൊരായുധത്തെ വെറുതെ കളയണ്ട. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദദീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് നിർമ്മിച്ചതാണ്, വളരെ വിലപിടിച്ചതാണ്, എന്നെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പാഴാക്കി കളയണ്ട, അതെടുക്കൂ, ധൈര്യമായിട്ട് എടുക്കൂ, നാണക്കേടൊന്നും വേണ്ട, എടുത്തോളൂ. അതെടുത്തിട്ട് എന്നെ കൊല്ലൂ, എന്നെ വധിക്കൂ, ആ ആയുധം എന്നെ വധിക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് ഇന്ദ്രനെ ഉപദേശിക്കുകയും ഇന്ദ്രനെ പലപ്പോഴും പരിഹസിക്കുകയും അതേസമയം ഈശ്വര സ്തുതികൾ അദ്ദേഹം ഗംഭീരമായിട്ട് സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു അസുരൻ ഗംഭീരമായിട്ടുള്ള സ്തുതി, ഇത് കണ്ടിട്ട് ഇന്ദ്രന് പോലും മടിയാവുക, ഇങ്ങനൊരു മഹാത്മാവിനെ കണ്ടിട്ടില്ല, ഇതൊരു അസുരനാണോ എന്ന് സംശയം. തന്നെ കൊല്ലാൻ വേണ്ടി ത്വഷ്ടാവ് ആഭിചാരം ചെയ്ത് ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പലപ്പോഴും ആസുരഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സമയം അദ്ദേഹം വളരെ ശ്രേഷ്ഠ ഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് പറയുന്നു, എനിക്ക് ഈ ലോകത്തില് ഒരു സുഖഭോഗങ്ങളും ആവശ്യമില്ല, എനിക്ക് ഈ ഭൂമിയിൽ പ്രശസ്തിയോ അല്ലെങ്കിൽ സ്വർഗാദി ലോകങ്ങളോ അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ പദവി പോലോ
വൃത്രാസുരന്റെ സ്തുതിയും പ്രാർത്ഥനകളും ഗംഭീരമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിൽ 11-ാം അധ്യായത്തിലെ 14 മുതൽ 27 വരെയുള്ള 14 ശ്ലോകങ്ങൾ ഗംഭീര ശ്ലോകങ്ങളാണ്. വൃത്രാസുരന്റെ സ്തുതി, ഈശ്വര സ്മരണ, നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഷഷ്ഠസ്കന്ധം 11-ാം അധ്യായം 14 മുതൽ 27 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ ഞാൻ വെറുതെ വായിക്കാം. കേട്ടിരിക്കുന്നത് നല്ലതാണ്, ഭാവിയിൽ പഠിക്കാനുള്ള പ്രചോദനവും. വളരെ മനോഹരമായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം ഒരു ഉത്തമ ഭക്തന്റെ സ്തുതിയാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്തുതിയാണ്. നിസ്സംഗനായിട്ടുള്ള ഒരു ഭക്തന്റെ ഒരു കാമവുമില്ലാതെ ഭഗവാനെ ഭജിക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല അദ്ദേഹം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള സ്തുതിയാണ്, മോക്ഷത്തിലേക്ക് നയിക്കുന്ന സ്തുതിയാണ്. നമുക്ക് വായിക്കാം. ഏകാദശി ദിവസം ഇതൊക്കെ വായിക്കാനാണ് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഷഷ്ഠസ്കന്ധം 11-ാം അധ്യായം 14 മുതൽക്കുള്ള ശ്ലോകം വൃത്ര ഉവാച എന്ന് പറഞ്ഞ്. വൃത്ര ഉവാച ദിഷ്ട്യാ ഭവാൻ മേ സമവസ്ഥിതോ രിപുഃ യോ ബ്രഹ്മഃ ഗുരുഃ ഭ്രാതൃഃ ച ദിഷ്ട്യാ നൃണോദ്യാഹമസത്തമത്വയാ മത്സൂലദർഭിന്നദൃശദ്രുതാചിരാത് യോ നോഗ്രജസ്യാത്മവിദോ ദ്വിജാദേഃ ഗുരോരപാപസ്യ ച ദീക്ഷിതസ്യ വിസ്രബ്യ ഗഡ്ഗേന ശിരാംസ്യ വൃശ്ചത് പശോരിവാകരുണസ്വർഗകാമഃ ഹ്രീ ശ്രീദയാ കീർത്തിഭിരുജ്ജിതം ത്വാം സ്വകർമ്മണാ പുരുഷാദൈശ്ച ഗർഹ്യം കൃച്ഛ്രേണ മച്ചൂല വിഭിന്നദേഹം അസ്പൃഷ്ടവന്യം സമദന്തി ഗൃദ്രാഃ അന്യേനു യേ ത്വേഹ നൃശംസമജ്ഞാഃ യേ ഹൃദ്യുതാസ്ത്രാ പ്രഹരന്തി മഹ്യം തൈർഭൂതനാദാൻ സകണാൻ നിഷാദ ത്രിശൂല നിർഭിന്നകളൈർയജാമി അതോ ഹരേ മേ കുലിശേന വീര ഹർത്താ പ്രമദ്യൈവ ശിരോ യദീഹ തത്രാനൃണോ ഭൂതബലിം വിധായ മനസ്വിനാം പാദരജഃ പ്രബൽസി സുരേശകസ്മാം നഹിനോഷി വജ്രം പുരസ്ഥിതേ വൈരിണിമയ്യമോകം മാ സംശയിഷ്ടാ നഗദേവ വജ്രം സ്യാൻ നിഷ്ഫലം കൃപണാർത്തേവ യാജ്ഞ നന്വേഷ വജ്രസ്തവ ശക്ര തേജസ ഹരേർദദീജേസ്തപസാ ച തേജിതഃ തേനൈവ ശത്രും ജഹി വിഷ്ണുയന്ത്രിതോ യതോ ഹരിർവിജയ ശ്രീർഗുണാസ്തതഃ അഹം സമാദായ മനോ യദാഃ സംഘർഷണസ്തച്ചരണാരവിന്ദേ ത്വദ്വജ്രരംഭോലുളിത ഗ്രാമ്യപാശോ ഗതിം മുനേര്യാമ്യപവിദ്ധലോകഃ പുംസാം കിലൈകാന്തതിയാം സ്വകാനാം യാ സമ്പദോ ദിവി ഭൂമൗ രസായം നരാദിയദ്വേഷ ഉദ്വേഗാദിഃ മദകലിർവ്യസനം സംപ്രയാസഃ ത്രൈവർഗികായാസ വിഗാതമസ്മത് പതിർവിദത്തേ പുരുഷസ്യ ശക്ര തതോനുമേയോ ഭഗവൽ പ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യൈഃ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേദാസുപതേർഗുണാംസ്തേ ഗൃണീതവാക്കർമ്മ കരോതു കായഃ ന നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യ കാംക്ഷേ അജാതപക്ഷാ ഇവ മാതരം ഖഗാഃ സ്തന്യം യദാ വത്സതരാക്ഷുതാർത്താഃ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷതി ദൃക്ഷതേ ത്വാം മമോക്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദ സ്വകർമ്മഭിഃ
ത്വന്മായയാത്മാത്മജതാരഗേഹേഷ്വാസക്തചിത്തസ്യ നനാദഭൂയാത്. ഇങ്ങനെ എന്താ പറയുക, അതിമനോഹരങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെയും സ്തുതിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഇന്ദ്രനെയും നിന്ദിക്കുന്നുണ്ട്. ഇന്ദ്രനെ നിന്ദിച്ച നിന്ദയൊക്കെ ഗംഭീരമാണ്. സഹോദരനെ കൊന്നവനെ, അല്ലെങ്കിൽ സഹോദരപുത്രനായ വിശ്വരൂപനെ കൊന്നവനെ, ഗുരുനിന്ദ ചെയ്തവനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആ വജ്രായുധം വീണ് കിടക്കുന്നത് കണ്ടിട്ട് ദയ തോന്നിയിട്ട് എടുക്കെടുക്ക്, ആ ദദീജിയുടെ തപസ്സിന്റെ മുതലാണത്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആയുധമാണത്, അത് പാഴാക്കി കളയണ്ട, അതെടുത്ത് എന്നോട് പ്രയോഗിക്ക് എന്ന് പറയുന്ന അത്ഭുത പരാക്രമിയായിട്ടുള്ള അസുരനായിരുന്നു വൃത്രാസുരൻ. അപ്പൊ ആ വൃത്രാസുരൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് കണ്ടിട്ട് ഇന്ദ്രന് കൊല്ലാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ദ്രൻ കൊല്ലുന്നില്ല എന്ന് കണ്ടപ്പോ വൃത്രാസുരൻ പിന്നെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വജ്രായുധം കൊണ്ട് പിന്നെ വൃത്രാസുരന്റെ ഓരോരോ അവയവങ്ങളായി ഛേദിച്ചു. വൃത്രാസുരൻ ഇന്ദ്രനെ വിഴുങ്ങുകയാണ് പിന്നെ. അപ്പോ വജ്രായുധം കൊണ്ട് ഖണ്ഡം ഛേദിച്ച് വൃത്രാസുരനെ വധിച്ചു കളയുന്നു. വലിയൊരു പർവ്വതം വീഴുന്നത് പോലെ വൃത്രാസുരൻ വീഴുകയാണ്. ആ വൃത്രാസുരനിൽ നിന്നൊരു തേജസ് അന്തരീക്ഷത്തിലേക്ക് പോകും, ഒരു ജ്യോതിസ്. അപ്പോഴാണ് ഇത് കേട്ട പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദിച്ചത്, അല്ല ഇതെന്താ സംഭവം, ധാരാ ഇതെന്താ ഇങ്ങനെ ഒരു അസുരൻ ഇങ്ങനെ പെരുമാറിയത്, ആ അസുരന് ആ ദിവ്യമായിട്ടൊരു ഗതി കിട്ടിയത്, അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര നല്ല സംസ്കാരമുണ്ടായി, ഭഗവാനെ ഇത്രയും നല്ല സ്തുതികളെ കൊണ്ട് സ്തുതിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പരീക്ഷിത്ത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പൂർവജന്മമായിട്ടുള്ള ചിത്രകേതുവിന്റെ കഥ സുഖബ്രഹ്മർഷി പറഞ്ഞത്. ഇവിടെ മേൽപ്പത്തൂർ തിരിച്ചിട്ടു. മേൽപ്പത്തൂർ ആദ്യം ചിത്രകേതുവിന്റെ കഥ പറഞ്ഞു, എന്നിട്ട് വൃത്രാസുരന്റെ ചുരുക്കി പറഞ്ഞു. അതാണ് നാരായണീയം. നാരായണീയം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറഞ്ഞ് ചുരുക്കി പറഞ്ഞു. ഭാഗവതം ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. നമുക്ക് അവിടേക്ക് നോക്കാം. നാരായണീയകാരൻ എന്ന് പറയുന്നു എന്ന്. അപ്പൊ അവിടെ വിശ്വരൂപൻ നാരായണ കവചം ചൊല്ലിച്ച് ഓ ആയിക്കോട്ടെ, മരണസമയത്ത് ചൊല്ലിയാൽ നല്ലതല്ലേ സ്വാമിജി? തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മുടെ മേൽപ്പത്തൂർ എന്ത് ചെയ്തു? ഇന്ദ്രന്റെ വിജയം പറഞ്ഞ് നാരായണ കവചത്തിന്റെ മഹിമയെ പറഞ്ഞ് ആ കഥ അവിടെ നിർത്തിയിട്ട് വൃത്രാസുരനെ കുറിച്ച് പരാമർശിക്കാതെ നേരെ ചിത്രകേതൂപാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോക്കാം. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാത് ലബ്ധ്വൈക പുത്രമത തത്ര ഹതേ സപത്നീ സംഗൈർ അമുഹ്യത് അവശസ്തവമായയാസൗ. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാത് ലബ്ധ്വൈക പുത്രമത തത്ര ഹതേ സപത്നീ സംഗൈർ അമുഹ്യത് അവശസ്തവമായയാസൗ. പ്രാക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ ആരംഭിക്കണ. പണ്ട്, പ്രാക് എന്നാൽ പ്രാചീന കാലത്ത്, പണ്ട് കാലത്ത്, പുരാ എന്ന് പറയുന്നത് തന്നെയാണ് പ്രാക്. ശൂരസേന വിഷയേ, ശൂരസേന വിഷയം എന്നാൽ ശൂരസേനം എന്ന വിഷയം എന്നാൽ രാജ്യം എന്നും അർത്ഥം. അപ്പൊ ശൂരസേനം എന്ന രാജ്യത്ത് കില ഉണ്ടായിരുന്നു അത്രേ. ആര്? ചിത്രകേതുഹു.
ചിത്രകേതു എന്ന് പ്രശസ്തനായൊരു രാജാവുണ്ടായിരുന്നു. പുത്രാഗ്രഹി നൃപതി. ആ നൃപതി പുത്രാഗ്രഹിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അനേക ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 300ഓളം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ ആരിലും പുത്രന്മാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുത്രാഗ്രഹിയായിരുന്നു. എനിക്കൊരു ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ആ പുത്രാഗ്രഹിയായ നൃപതി അങ്കിരസഹ പ്രഭാവാത് ലബ്ധ്വ ഏകപുത്രം. അങ്കിരസിന്റെ അനുഗ്രഹം കൊണ്ട്, പ്രഭാവം കൊണ്ട് ഏകപുത്രം ലബ്ധ്വ, ഒരു പുത്രനെ ലഭിച്ചു. അപ്പൊ എന്താണ്ടായത്? ഈ ചിത്രകേതു എല്ലാ സൗഭാഗ്യങ്ങളുണ്ടായിട്ടും 10-300 ഭാര്യമാരുണ്ടായിട്ടും സന്തതിയില്ലാത്തതിന്റെ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നതായിട്ടുള്ള ആ അങ്കിരസ് മഹർഷിയോട് അദ്ദേഹം ബലാത്കാരേണ എനിക്കൊരു പുത്രനെ തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു. അങ്കിരസ് മഹർഷി പറഞ്ഞു, അങ്ങേക്ക് പുത്രയോഗമില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. നിർബന്ധമായിട്ട് ഒരു പുത്രനെ വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹം അനുഗ്രഹിച്ചൊരു പഴം കൊടുത്തു. ആ പഴം കഴിച്ചാൽ ഭാര്യയ്ക്ക് ഒരു പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ചിത്രകേതു തന്റെ പട്ടമഹിഷിയായ പ്രിയപ്പെട്ട ഒരു പത്നിക്ക്, ശതദ്രുതി എന്നോ എന്തോ പേര്, ശതദ്രുതിയോ ആണ്, അവൾക്ക് ഈ പഴം കൊടുത്തു. അങ്ങനെ അവള് ഗർഭിണിയായി പ്രസവിച്ചു. അല്ല, കൃതദ്യുതി. കൃതദ്യുതി എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് അദ്ദേഹം ഈ പഴത്തെ കൊടുത്തു. അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഒരു കുട്ടി ഉണ്ടായപ്പോൾ രാജാവ് എപ്പോഴും ഈ രാജ്ഞിയുടെ കൂടെ തന്നെയായി, ഈ ഉണ്ണിയെ കൊഞ്ചിച്ചുകൊണ്ട്. കാരണം ചിരകാലമായിട്ട് കിട്ടിയ കുട്ടിയാണ്. എത്ര കാലം ഈ ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നു. അപ്പൊ ആറ്റുനോറ്റ് കിട്ടിയ ഉണ്ണിയെ വളരെ പ്രേമത്തോടെ, മമതയോടെ ലാളിച്ചുകൊണ്ട് എപ്പോഴും കൃതദ്യുതിയുടെ ഗൃഹത്തിലായിരുന്നു, അന്തഃപുരത്തിലായിരുന്നു രാജാവ്. അപ്പൊ ബാക്കിയുള്ള റാണിമാർക്കൊക്കെ ദേഷ്യമായി. തങ്ങളെ രാജാവ് അവഗണിക്കുന്നു, തങ്ങളെ പരിഗണിക്കുന്നേയില്ല. എന്താ ഇപ്പൊ ഇതിനൊക്കെ ഒരു വഴി? രാജാവ് നമ്മളെ ഇനിയും വേണ്ടാതെ ആവും രാജാവിന്, അവളെ മാത്രം മതി ഇപ്പോ രാജാവിന് എന്നുള്ള അസൂയ വർദ്ധിച്ച് മൂഢകളായി തീർന്നു ഈ സ്ത്രീകൾ. ആ മത്സര ബുദ്ധി വന്നു. എങ്ങനെയെങ്കിലും ഈ ഉണ്ടായ കുട്ടിയെ നശിപ്പിച്ചാലേ ഈ രാജാവിനെ തങ്ങൾക്ക് വീണ്ടു കിട്ടുള്ളൂ എന്നുള്ള ബുദ്ധിയായി അവർക്ക്. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് അവരുടെ ഒരു ദാസിക്ക് കുറെ ധനവും സമ്മാനവും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ തന്നെ ഒരു കാര്യം ഒപ്പിക്കണം. നീയാണല്ലോ കൃതദ്യുതിയുടെ ഉണ്ണിയെ നോക്കുന്ന ധാത്രി, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ധാത്രി കൂടിയാണ്. അപ്പൊ ധാത്രിയോട് പറഞ്ഞു, ഈ ഉണ്ണിയെ വിഷം കൊടുത്ത് കൊന്നുകളയണം, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിനക്ക് നല്ലോണം സമ്മാനം തരാം എന്ന് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ചപ്പോ അവള് പ്രലോഭിതയായി നമ്മുടെ മന്ത്രിമാരെയൊക്കെ പോലെ തന്നെ രാജ്യത്തെ ഉറ്റുകൊടുക്കാനും അല്പം എന്തെങ്കിലും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി എന്ന മട്ടില് ആ ധാത്രി ഈ ഉണ്ണിക്ക് പാലിലോ ഏതോ ഭക്ഷണത്തിലോ വിഷം കലർത്തി കൊടുത്തു. ആ ഉണ്ണി ഉടനെ തന്നെ നീലം പാഞ്ഞ് മരിച്ചു വീണു. മരിച്ചു വീണപ്പോ ഈ ധാത്രി കരയാൻ തുടങ്ങി. ആദ്യം ഉണ്ണി മരിച്ചേ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടുവന്ന് കൃതദ്യുതി മോഹാത്സ്യപ്പെട്ട് വീഴലും മാറത്തടിച്ച് നിലവിളിക്കലും കരച്ചിലുമായി.
അത് കണ്ടുവന്നതായിട്ടുള്ള ചിത്രകേതു രാജാവും ബോധം കെട്ട് വീണ് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് മാറത്തടിച്ച് കരയലായി. പിന്നെ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല, മോഹാലസ്യം തന്നെയായിരുന്നു. വാവിട്ട് കരഞ്ഞ് തന്റെ വിധിയെ പഴിച്ച് തലയ്ക്കും മാറത്തും അടിച്ചുകൊണ്ട് ആ കൃതജ്ഞതയുടെ ഗൃഹത്തിൽ തന്നെ കഴിയുകയാണ്. ഈ ഉണ്ണിയെ എന്താ പറയുക, സംസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ. അപ്പോ രാജ്യത്ത് മുഴുവൻ ദുഃഖാചരണമായി, എല്ലാവരും കഷ്ടപ്പാടായി. അങ്ങനെ ദിവസങ്ങളോളം കരച്ചിലാണ് എല്ലാവരും. അപ്പോഴാണ് നമ്മുടെ നാരദ മഹർഷിയും ഈ അംഗിരസ് മഹർഷിയും കൂടി വീണ്ടും അവിടേക്ക് വന്നു. അങ്ങനെ നാരദ മഹർഷി ഈ ചിത്രകേതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു നോക്കിയിട്ടും ഒരു നിവൃത്തിയുമില്ല. അവസാനം നാരദ മഹർഷി ഈ മരിച്ചുപോയ കുട്ടിയുടെ ജീവനെ, ആത്മാവിനെ അന്തരീക്ഷത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹത്തോട് സംസാരിപ്പിച്ചു. അഥവാ ആ ഉണ്ണിയോട് നാരദൻ തന്നെ പറഞ്ഞു, ഏയ് കുട്ടി, നീ കരയുന്ന കണ്ടില്ലേ? നിന്റെ അച്ഛനമ്മമാര്, ഈ ആളുകളൊക്കെ കരയുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരൂ, പോകരുത് എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ആ ഉണ്ണി അവിടെ ആത്മാവ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരുപാട് അച്ഛനമ്മമാര് കരയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലരുടെയും പുത്രനായി ജനിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരുടെ കൂടെയാണ് ഞാൻ പോണ്ടത്? ഒരുപാട് പേര് കരയുണ്ട്, അതുകൊണ്ട് ആരുടെ കൂടെയും പോകാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കൊടുത്ത് ആ ജീവൻ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് ചിത്രകേതുവിന് അല്പം ബോധം വന്നത്. അല്ല, ഇതെന്താ സംഭവം? ഇത് തന്റെ പുത്രനല്ലേ എന്ന് തോന്നിയത്. അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നാരദൻ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈ ചിത്രകേതുവിനെ പാകപ്പെടുത്തി. അങ്ങനെ ആ നാരദൻ തന്നെ അംഗിരസ് മഹർഷിയോടുകൂടി ചേർന്ന് അദ്ദേഹത്തിന് സംഘർഷണമൂർത്തിയെ ഉപാസിക്കുവാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് സംഘർഷണമൂർത്തിയെ, ആദിശേഷ ഭഗവാനെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് നല്ലൊരു മന്ത്രം ജപിച്ചു കൊടുത്തു. ആ മന്ത്രം ജപിച്ച് ഇദ്ദേഹം സിദ്ധനായി തീർന്നു. 7 ദിവസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി, സംഘർഷണമൂർത്തി ഇദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അങ്ങനെ അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ആ കഥയാണ് ഇവിടെ തുടർന്ന് വരുന്നത്. നമുക്ക് നോക്കാം. പ്രാക്സൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാദ് ലബ്ധ്വൈകപുത്രം അദ തത്ര ഹതേ സപത്നീ സംഗൈഃ അമുഹ്യത് അവശഃ തവ മായയാസൗ. അപ്പൊ അംഗിരസിന്റെ പ്രഭാവം കൊണ്ട് ഏകപുത്രനെ ലഭിച്ചു. പക്ഷേ സപത്നീ സംഗൈഃ തത്ര ഹതേ, സപത്നീ സംഘങ്ങളാൽ ആ കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അമുഹ്യത് മോഹത്തെ പ്രാപിച്ചു, അവശനായി തീർന്നു. തവ മായയ അസൗ, അങ്ങയുടെ മായ കൊണ്ട്, മമതാ മോഹം കൊണ്ട് മോഹിതനായിട്ട് ആ ചിത്രകേതു കരയാൻ തുടങ്ങി എന്നാണ്. ഉടനെ തം നാരദസ്തു സമമംഗിരസാദയാലുഃ സംപ്രാപ്യ താവദുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിദൗ നൃപതിം നിയുങ്ക്ത. തം നാരദസ്തു സമമംഗിരസാദയാലുഃ സംപ്രാപ്യ താവദുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിദൗ നൃപതിം നിയുങ്ക്ത. തം നാരദഃ തു സമം അംഗിരസാ ദയാലുഃ സംപ്രാപ്യ. അപ്പൊ തം എന്ന് പറഞ്ഞാൽ തം ചിത്രകേതും, ആ ചിത്രകേതുവിന്റെ അടുത്തേക്ക് ദയാലുവായ നാരദൻ അംഗിരസ സമം സംപ്രാപ്യ, അംഗിരസ് മഹർഷിയോടുകൂടി വന്നിട്ട് താവത് അപ്പോൾ ഉപദർശ്യ സുതസ്യ ജീവം ഉപദർശ്യ
പുത്രന്റെ ജീവനെ അടുത്ത് കാണിച്ചു കൊടുത്തു, അടുത്ത് വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പരേതാത്മാവിന്റെ ജീവനെ അന്തരീക്ഷത്തിൽ വരുത്തി സംസാരിപ്പിച്ചു. അങ്ങനെ ഉപദർശ്യ അടുത്ത് ദർശിപ്പിച്ചിട്ട് സുതസ്യ ജീവം. എന്നാൽ ആ കുട്ടി എന്താ തിരിച്ചു ചോദിച്ചത്? കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിര വിമോഹം തെക്വാ. ചിത്രകേതു വിമോഹം തെക്വാ, വിമോഹം ഉപേക്ഷിച്ചു. എന്താ കാരണം? തസ്യ ഗിര, അവന്റെ വാക്കുകൊണ്ട്. ആരുടെ വാക്ക്? ജീവന്റെ വാക്ക്. ഈ ജീവൻ എന്താ പറഞ്ഞത്? കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാണ്? ഞാൻ ആരുടെയും പുത്രനൊന്നുമല്ല. ഒരുപാട് പേര് എന്നെ പുത്രനാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഞാൻ ആരുടെയും പുത്രനൊന്നുമല്ല. ഞാൻ സ്വതന്ത്രനായിട്ടുള്ള ഒരു ജീവനാണ്. ഇങ്ങനെ പറഞ്ഞ് പരമാർത്ഥം എല്ലാവർക്കും ബോധ്യപ്പെടുത്തി. കാരണം നമ്മൾ ഓരോരുത്തരും സ്വന്തം അജ്ഞാനം കൊണ്ട് ജീവത്വം പ്രാപിച്ചവരാണ്. നമ്മളുടെ കർമ്മവാസനകൾ കൊണ്ട് പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി വന്നവരാണ്. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ആരുമായിട്ടും പാരമാർത്ഥിക തലത്തിൽ ഒരു ബന്ധവുമില്ല. ചിന്തിച്ചാൽ ഒരു ബന്ധവുമില്ല. എന്നാൽ എല്ലാ ബന്ധവും ഉണ്ട് താനും. രണ്ട് എക്സ്ട്രീമേ ഉള്ളൂ, നടുവിലുള്ള ഒരു പരിപാടിയും ഇല്ല അവിടെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ജീവന്മാരാണ്. അച്ഛൻ അമ്മ എന്നൊക്കെ ഉള്ളത് തൽക്കാലം ഉള്ള ബന്ധങ്ങളാണ്. പാന്തർ പെരുവഴിയൻ അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു 2 ദിവസത്തെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ഇവിടുന്ന് ഹിമാലയത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഡൽഹിക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ പാലക്കാട് നിന്ന് കയറിയാൽ കൂടെയുള്ളവരെയൊക്കെ പരിചയപ്പെടും. ഡൽഹി വരെ 2 ദിവസം ഒന്നിച്ച് വളരെ സ്നേഹം വർദ്ധിപ്പിക്കും. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകും. കുറച്ച് ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ അവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചു വെച്ച് വിളിച്ചു എന്നൊക്കെ വരും. ശാശ്വതമായിട്ടുള്ള ബന്ധമാണോ? ഇതുപോലെയുള്ളൂ അച്ഛനും അമ്മയൊക്കെ. നമ്മുടെ ഈ ശരീരം ഇവിടേക്ക് വരാൻ ഒരു നിമിത്തം അച്ഛനമ്മമാർ. എങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ നമ്മളെ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിച്ചിരിക്കണം. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ എന്നൊക്കെ വ്യവഹാരത്തിൽ എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ചു. എന്തിനാ? നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെയാ. ഈ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ടാ. ദേഹാഭിമാനം പോകാനും നമ്മുടെ സ്വാർത്ഥത ഇല്ലാതാവാനും ആത്മജ്ഞാനം നേടാനും നമ്മൾ അധികാരികളായി തീരണമെങ്കിൽ നമ്മൾക്ക് ചില പാകത വരാനുണ്ട്. അതിനുവേണ്ടി ചില ഉപചാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ധർമ്മങ്ങൾ ഒക്കെ നമ്മളെ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ എല്ലാവരും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യത്തിന് വന്നവരാ. ആരും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. ആർക്കും കാത്തു നിൽക്കാനാവുകയുമില്ല. ഒരാൾക്കും കാവലിരിക്കാൻ പറ്റില്ല. അതാണ് സത്യം. അപ്പൊ ആവും കാലത്ത് ആവുന്നത് ചെയ്യുക എന്നേ പറയാനുള്ളൂ. ആരെയും വേദനിപ്പിക്കാതെ, ആരെങ്കിലും നമുക്ക് സഹായം ചെയ്തവർക്കുണ്ടെങ്കിൽ കൃതജ്ഞതയുള്ളതോടുകൂടി തിരിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് സന്തോഷമായിട്ട് കഴിയുക എന്ന് മാത്രമേ ഉള്ളൂ. മമത വേണ്ട. ഇത് എൻ്റേതാണ്, ഇവരൊക്കെ എൻ്റേതാണ് എന്നുള്ള ഭ്രമം ഇല്ലാതിരിക്കുക. ഇതാണ് സത്യം. അപ്പൊ ഈ കുട്ടി അതാണ് ചോദിച്ചത്. കസ്യാസ്മി പുത്ര, ഞാൻ ആരുടെ പുത്രനാ? ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടി ആ കുട്ട പാട്ടിൽ പോയി. അപ്പൊ അത് കേട്ടിട്ട് വിമോഹം തെക്വ ത്വദർച്ചനവിധൗ നൃപതിം നെയുങ്ത. ഗുരുവായൂരപ്പ, സംഘർഷണമൂർത്തിയായ അങ്ങയെ അർച്ചിക്കുവാൻ, ആരാധിക്കുവാനായിക്കൊണ്ട് ആ നൃപതിയെ, ചിത്രകേതു രാജാവിനെ നാരദ നെയുങ്ത, നാരദൻ നിയോഗിച്ചു. നാരദൻ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ സംഘർഷണമൂർത്തിയുടെ മന്ത്രം ജപിച്ചു.
ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസംഘർഷണായ ച എന്ന് തുടങ്ങുന്ന 7 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃണ നികര കരകമല കുഡ്മളോബലാളിത ചരണാരവിന്ദയുഗള പരമ പരമേഷ്ഠിൻ നമസ്തേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃണ നികര കരകമല കുഡ്മളോബലാളിത ചരണാരവിന്ദയുഗള പരമ പരമേഷ്ഠിൻ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃണ നികര കരകമല കുഡ്മളോബലാളിത ചരണാരവിന്ദയുഗള പരമ പരമേഷ്ഠിൻ നമസ്തേ. ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ സംഘർഷണ രൂപത്തിൽ ഉപാസിക്കാൻ പഠിപ്പിച്ചു. 7 ദിവസം കൊണ്ട് ആ മന്ത്രം ജപിക്കാറായി, അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് ഭഗവാനെ സാക്ഷാത്കരിച്ചു, പ്രത്യക്ഷനാക്കി. സംഘർഷണമൂർത്തി പ്രത്യക്ഷനാക്കി ഇദ്ദേഹത്തിന് വരങ്ങൾ കൊടുക്കുന്നു. 6ാമത്തെ ശ്ലോകം നോക്കാം. സ്തോത്രം ച മന്ത്രമപി നാരദദോദലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഡമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രമപി നാരദദോദലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഡമതിരന്വഭജദ്ഭവന്തം. അഥ അനന്തരം സഹി നാരദഃ സ്തോത്രം മന്ത്രം അഭിലബ്ധ്വാ, അദ്ദേഹം നാരദനിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട്, അപ്പൊ ആ 7 ശ്ലോകങ്ങളുള്ള സ്തോത്രവും മന്ത്രങ്ങളും, ആ മന്ത്രം നമ്മൾ ചൊല്ലിയത് കേട്ടു. ഓം നമോ ഭഗവതേ മഹാപുരുഷായ എന്നാരംഭിച്ച ആ മന്ത്രവും ലഭിച്ചിട്ട് ലബ്ധ്വാ ശേഷവപുഷഃ തേ തോഷായ നനു തപസ്യന്. ശേഷവപുസ്സായ ആദിശേഷമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ സന്തോഷത്തിനായിക്കൊണ്ട്, തോഷായ അങ്ങയെ പ്രസാദിപ്പിക്കുവാനായി തപസ് ചെയ്ത് സപ്തരാത്രി 7ാം ദിവസം തന്നെ, 7 ദിവസം കൊണ്ട് എന്നർത്ഥം, വിദ്യാധരാധിപതിതാം ലബ്ധ്വാ, ആ സംഘർഷണമൂർത്തി അനുഗ്രഹിച്ച് വിദ്യാധരന്മാരുടെ അധിപതിത്വം കൊടുത്തു, വിദ്യാധരന്മാരുടെ നായകസ്ഥാനം കൊടുത്തു ഈ ചിത്രകേതുവിന്. അങ്ങനെ വിദ്യാധരാധിപതിതാം ലബ്ധ്വാ അപി അകുണ്ഡമതിഹി ഭവം അന്വഭജത്. അദ്ദേഹത്തിന് എന്നിട്ടും മടുപ്പ് വന്നില്ല എന്നാ പറയണത്. അകുണ്ഡമതി, അദ്ദേഹത്തിന്റെ മതിക്ക് കുണ്ഠതയൊന്നും ഉണ്ടായില്ല, ഒരു മടുപ്പുമില്ലാതെ വീണ്ടും ഭവന്തം അന്വഭജത്, ഗുരുവായൂരപ്പ അങ്ങയെ ഭജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങയുടെ നാമങ്ങൾ ചൊല്ലി, അങ്ങയുടെ കീർത്തനങ്ങൾ പാടി അദ്ദേഹം വിദ്യാധരന്മാരുടെ അധിപതിയായി വിദ്യാധര സ്ത്രീകളുമായി വിമാനത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആദിശേഷ ഭഗവാൻ പിന്നെയും ഒരിക്കൽ വന്ന് ഇദ്ദേഹത്തിന് ബ്രഹ്മോപദേശം കൊടുക്കുന്നുണ്ട്. ചിത്രകേതുവിന് ആദിശേഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രകേതുവിന് ബ്രഹ്മോപദേശം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ചിത്രകേതുവിൻ്റെ കഥ, ഒരു ശാപത്തിന് വിധേയമാകുന്ന കഥ, അത് നാളെ തുടരാം നമുക്ക്. ആ 6ാമത്തെ ശ്ലോകം വരെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. 7 മുതൽക്കുള്ള 11 വരെയുള്ള ശ്ലോകങ്ങൾ നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. നാരായണീയം നാളെ കാണാം. ഇന്ന് വൈകിട്ട് ഗീത കാണാം. ഇന്ന് ഗീതാദിനവും കൂടിയാണ്. ഗുരുവായൂർ ഏകാദശി ഗീതാദിനവും കൂടിയാണ്. മനോരമ കലണ്ടറിൽ ഡിസംബർ 25 ഗീതാദിനം നിട്ടിട്ടുണ്ട്. എന്താ കാരണം എന്നറിയില്ല. ഗുരുവായൂർ ഏകാദശിയാണ് സാക്ഷാൽ ഗീതാദിനം. നമുക്കിന്ന് ആചരിക്കാം. വേണമെങ്കിൽ അടുത്ത ഏകാദശി ആചരിക്കുന്നവർ ആചരിച്ചോളൂ. ഗുരുവായൂർ ഏകാദശിയും ഗീതാദിനവും ഒരു ദിവസം തന്നെയാണ്. ഹരി ഓം. വൈകിട്ട് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.